Hello viewers, Namaste. Welcome back to WinTrader. In the Ganga Dev. In the live video, I will soft WinTrader. Supporting software trading supporting software. Real time live soft signals. Software automated customized indicators. Real time workations signals output signals. Signals confirmation signal trade confirm trade confirmation check videos arrows signals red down arrow sell green up arrow buy signal confirmation check confirm accuracy 80 to 90% accuracy equities features and options and commodities and forex support software. So I will open Bajaj Finance and the real time market and market rate. You can chart in the market rally. You already read down the sell signal check whether our sell market in check option software. Arrow on the session 8 and price would sells on software just arrow on the session price sells on the arrow bar second candle entry a second candle bar red in case of red red candle confirmation direct trading platform trading platform use upstock trade execute confirmation broker platform rate direct trade stop loss target repaint alert signal reverse signal arrow signal history data check signal reverse arrow custom indicators signal arrow confirm stop signal confirm arrow target stop loss moment Friday signal continue Friday signal continue market close in time side market continuation market entry resistance break level our breakout direct market entry market carry confirmation bar confirmation confirmation level market അവിടുന്ന് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇറങ്ങിയ ശേഷം ഇപ്പം ജസ്റ്റ് കയറുകയാണ് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 പോയിന്റ് ഇപ്പോൾ ഈ കയറി നിൽക്കുന്ന മാർക്കറ്റിൽ ഞാൻ പറയാം 48 പോയിന്റ് അതായത് ഇന്നത്തെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബജാജിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് ക്രൂഡ് ഓയിലും മോർണിംഗ് അവിടെ നല്ല ട്രെൻഡാണ് നമുക്ക് ബൈ വന്നിരിക്കുന്നത് 9.40 ഈ ഒരു സ്ട്രാറ്റജി എല്ലാത്തിലും സെയിം തന്നെയാണ് അതായത് നമ്മൾ ഈ സിഗ്നൽ വന്ന ശേഷം ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എല്ലാത്തിലും അതായത് കമ്മോഡിറ്റീസ് ആണെങ്കിൽ ഇക്വിറ്റീസ് ആണെങ്കിൽ ഫോറക്സ് ആണെങ്കിൽ എല്ലാത്തിലും ഓപ്ഷൻസ് ആണെങ്കിലും മെത്തേഡ് സെയിം തന്നെയാണ് ബൈ ആരോ കാണിക്കും 6179 സിഗ്നൽ വന്നിട്ട് 9.40 9.3 വന്നതാണ് ഇപ്പോൾ 2.25 ആയി 2.86 ആക്ച്വലി ഇത് ഒരു 100 പോയിന്റ്സ് മേഖലയിൽ കയറിയിട്ടുണ്ട് ഇപ്പം 6267 നിൽക്കണം നല്ല ഇത് ഇപ്പം കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം മോർണിംഗിൽ അധികം ട്രെൻഡ് കിട്ടത്തില്ല ചില ദിവസങ്ങളിൽ മാത്രം ഇത്രയും നല്ല ട്രെൻഡി മാർക്കറ്റ് വരത്തുള്ളൂ അല്ലെങ്കിൽ അത് ഈവനിങ് സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓപ്ഷനിലും ചെയ്യാൻ പറ്റും ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഈ സെയിം ചാർട്ട് നോക്കി നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാം അത് ഞാൻ പറഞ്ഞ മോർണിംഗിൽ അധികം ട്രെൻഡില്ലെങ്കിൽ ഈവനിംഗ് എന്ന് വെച്ചാൽ US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം ഈവനിങ് സെക്ഷൻ അപ്പം മോസ്റ്റ്ലി നമുക്ക് മൂവ്മെൻറ്റ് വരുന്നത് ഈവനിങ് സെക്ഷനിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NSE ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ NSE ആഫ്റ്റർ NSEയുടെ ടൈമിന് ശേഷം നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷനിലൊക്കെ ചെയ്യാം അതുപോലെ ഞാനിപ്പോൾ കാണിക്കാൻ പോണ ഇൻഫോസിസ് ആണ് ഇൻഫോസിസിലും നല്ല മാർക്കറ്റാണ് രാവിലെ നല്ലൊരു കയറ്റം കയറി മാർക്കറ്റ് നല്ല കയറ്റം കയറ്റി സെല്ല് വന്നത് സൈഡ് ആയിരുന്നു നമുക്കത് കൺഫർമേഷൻ ഇല്ലായിരുന്നു താഴത്തെ കൺഫർമേഷൻ ഇല്ലായിരുന്നു ഇവിടെ ഒരു ബാർ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ആ സമയത്ത് പ്രൈസ് ഇല്ലായിരുന്നു നമ്മൾ നോക്കുന്നുണ്ട് നമ്മളിതിനകത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതായിരുന്നു നമുക്ക് സെല്ല് വന്നിട്ടുണ്ടായിരുന്നു അത് കൺഫേം അല്ലായിരുന്നു വെച്ചാൽ താഴത്തേക്കും ബാർ കാണാം ബാർ ഓക്കെ ആയിരുന്നു പക്ഷെ പ്രൈസ് ഇല്ലായിരുന്നേ
അതുമല്ല സൈഡ് വേ ആയിരുന്നു. നമുക്കിപ്പോൾ ബൈ വന്നിരിക്കുന്നത് 1486.25 ബൈ വന്നിട്ടുണ്ട്. 2:20 വന്ന ശേഷം നമുക്കത് ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടില്ല, 89.50 നമുക്കത് വന്നിട്ടില്ല. 87 നിൽക്കുകയാണ് മാർക്കറ്റ്, അത് കയറിപ്പോകും. പിന്നെ ഞാൻ നിഫ്റ്റിയുടെ കാണിച്ചു തരാം. നിഫ്റ്റിയുടെ എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇത് കണ്ടിന്യൂഷൻ ആയിരുന്നു. കണ്ടിന്യൂഷൻ വരുമ്പോൾ ആക്ച്വലി നമുക്ക് നിഫ്റ്റിയിൽ ഡയറക്റ്റ് എടുക്കാമായിരുന്നു, കാരണം ഒരു റെസിസ്റ്റൻറ്റ് ലെവലിൽ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ ഓപ്ഷൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ക്യാനിൽ വിട്ടിട്ട് സെക്കൻഡ് ക്യാനിൽ മാർക്കറ്റിൻ്റെ റേഞ്ച് നോക്കുക, മാർക്കറ്റ് ഏത് ലെവലാണ് എടുക്കുന്നത് ആ ലെവലിനനുസരിച്ചുള്ള കോൾ ഓപ്ഷനിൽ പോയായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് രാവിലെ ആക്ച്വലി ഒരു 10 മണിക്ക് മുമ്പേ നമ്മൾ പ്രോഫിറ്റിൽ എത്താമായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒരു 10 മണിക്ക് മുമ്പേ നമുക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സെല്ല് നന്നായിട്ട് ഇറങ്ങിയായിരുന്നു. സെല്ല് വന്ന ശേഷം നമുക്ക് താഴെ ബാർ ഇല്ലെങ്കിൽ കൂടി ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സെല്ല് വേണമെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്നെന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് ആ മാർക്കറ്റ് റേറ്റിനനുസരിച്ചുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ എടുക്കാം. ആ സ്ട്രൈക്കിനകത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ കൂടി ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ അവിടെ ബൈ കാണിക്കുമെങ്കിലും അവിടെ ബൈ കാണിച്ചിട്ട് ഇവിടെ ഒരു സൈഡ് വേ ആയിട്ട് അവിടെ കൺഫർമേഷൻ കിട്ടാൻ ലേറ്റ് ആയിരിക്കും. അവിടെ കൺഫർമേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ആ ബൈ വന്നത് റെസിസ്റ്റൻറ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബൈ വന്ന ശേഷം അടുത്ത ക്യാൻഡിൽ റെസിസ്റ്റൻറ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം. അത് നിങ്ങൾക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തവരെ 2 കൺഫർമേഷൻ കൂടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ആ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 10 to 15 പോയിന്റ്സ് എന്തായാലും നമുക്ക് മിനിമം അവിടെ കിട്ടിയിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ കൺഫർമേഷൻ ഇല്ലാതെ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തവർ നമ്മുടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം ബൈ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് കൺഫേം ആയിട്ടില്ല, കാരണം താഴെ ബാറില്ല, പ്രൈസ് സോണും ഓക്കെ അല്ല. ഇനി ബാങ്ക് നിഫ്റ്റി കൂടെ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിൽ സെയിം ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ നമുക്കത് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്താൽ 3ാമത്തെ ക്യാൻഡിലായിരുന്നു. അപ്പോൾ ആ 3ാമത്തെ ക്യാൻഡിൽ നിന്ന് മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള കോൾ ഓപ്ഷൻ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, നമ്മുടെ ചാർട്ടിൽ ഏത് വേണം നിങ്ങൾക്ക് സ്ട്രൈക്ക് വേണം ആ ചാർട്ട് പോയി ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാമായിരുന്നു. ഇന്ന് രാവിലെ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് എടുക്കുന്ന നല്ല കോൾ ഓപ്ഷൻ, നല്ല ട്രേഡ് സിഗ്നൽ കിട്ടി. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിൽ നന്നായിട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി റിവേഴ്സിലോട്ട് പോകണം, പക്ഷെ നമുക്കിതുവരെ സിഗ്നൽ വന്നിട്ടില്ല. അപ്പം ഇത് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 80 to 90% എന്തായാലും നമുക്ക് ആക്യുറസി കിട്ടിയിരിക്കും. പിന്നെ ഓപ്ഷനിൽ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നതിനാണ്, കൂടുതൽ നേരം മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യാതിരിക്കും. നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള നിങ്ങൾക്കൊരു, അതായത് നമുക്ക് ഇത്രയും മതി ദിവസം, അങ്ങനെ ഒരു സ്ട്രാറ്റജി അതിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു, അതായത് കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ കയറുമെന്ന് നിന്ന്, പക്ഷേ ഒറ്റയടിക്കായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഡൻസിലാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകാൻ ചാൻസ്. അപ്പോൾ അതൊന്നും നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത് റിയൽ ടൈമിലാണ്, ലൈവാണ്, നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസിൽ വരാൻ പറ്റുന്നവർക്ക് വരാൻ പറ്റുന്ന എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് എടുത്താൽ നമുക്ക് ഓഫീസുണ്ട്. ഡയറക്റ്റ് വരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളും ചെയ്ത് ബാക്കി പറഞ്ഞു തരും. ഓൺലൈനും അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പം 9061973737 എൻ്റെ നമ്പർ. ഇതിനകത്ത് വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ, കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിന് എൻ്റെ ഈ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് കിട്ടും. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിൽ വരാം. അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് ഫ്രീ ഡെമോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന ചാർജ് എന്തായാലും മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 2 to 3 ഡേയ്സിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. കാരണം ഇത് നമ്മൾ 2009 തൊട്ട് ചെയ്യാൻ തുടങ്ങിയ സ്ട്രാറ്റജിയാണ്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.